വനഭൂമിയിൽ കുടിയേറിയവർക്ക് കേന്ദ്ര വന നിയമത്തിൽ 2023 കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇല്ലാതെ പട്ടയം കൊടുക്കുവാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള നിയമങ്ങളെല്ലാം പരിഷ്കരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പേരുകൾ കൂടി മാറ്റുന്നുണ്ട്. ഇപ്പോൾ പുതിയ പേരനുസരിച്ച് വൻ സംരക്ഷൺ ഏവം സംവർദ്ധൻ അധിയം എന്ന പേരിൽ ഗവൺമെൻറ് ഭേദഗതി വരുത്തുകയും December 1 നോട്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാർ, ഇതിൽ നമുക്കുള്ളൊരു മെച്ചം 12/12/1996 മുമ്പ് വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി കൈമാറിയ ഭൂമി ഇനി പ്രത്യേകമായി ഏതെങ്കിലും വിധത്തിലുള്ള ടോപ്പോ ഷീറ്റിൽ രേഖപ്പെടുത്തി പരിവേഷ് പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതില്ല, ഇവിടെ തന്നെ കൊടുക്കാം എന്ന വിധത്തിൽ ഒരു നിർദ്ദേശം അതിൻ്റെ 41A ആയി ഉന്നയിച്ചിട്ടുണ്ട്. സാർ, ഗ്രോമോർ ഫുഡ് പദ്ധതിക്കായി പല ജില്ലകളിലും 1940കളിൽ തന്നെ ഭൂമി കൈമാറിയപ്പെട്ട അനുഭവമുണ്ട്. 1973 കൈമാറിയ 250/73 നടപടിയിലൂടെ കൈമാറിയ ഹിൽമൻ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി 12/12/1996 മുമ്പ് കൈമാറിയിട്ടുള്ള ഭൂമികൾ ഇവിടെ കൊടുക്കാം എന്ന ഈ ഭേദഗതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആളുകൾക്ക് കേന്ദ്രത്തിൽ പോകാതെ ഇവിടെ തന്നെ കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയാണ്. മലയോര മേഖലയിൽ ഒരു വലിയ മാറ്റം ഇതുമൂലം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.